സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 5. ബാബ ഷിർദിയിലേക്ക് എങ്ങനെ തിരിച്ചു വന്നുവെന്ന് പ്രതിപാദിക്കാം. നൈസാം സ്റ്റേറ്റിലെ ഔറംഗാബാദ് ജില്ലയിൽപ്പെട്ട ധൂബ് എന്ന ഗ്രാമത്തിൽ ധനികനായ ചാന്ദ് പട്ടേൽ എന്ന പേരിൽ ഒരു മുസ്ലിം പ്രമാണിയുണ്ടായിരുന്നു. അയാൾ ഔറംഗാബാദിലേക്ക് പോകും വഴി ഒരു കുതിരയെ നഷ്ടപ്പെട്ടു. 2 മാസങ്ങളോളം നിരന്തരമായി തിരഞ്ഞിട്ടും നഷ്ടപ്പെട്ട കുതിരയുടെ ഒരു വിവരവും കിട്ടിയില്ല. അവസാനം നിരാശനായി ജീനിയും ചുമലിലിട്ട് മടങ്ങി വരികയായിരുന്നു. വരും വഴിക്ക് 13 നാഴികയിലധികം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ രത്നതുല്യനായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. തലയിൽ ഒരു തൊപ്പിയും ദേഹത്തിൽ കഫ്നി എന്ന നീളൻ കുപ്പായവും കയ്യിൽ ഒരു ചെറിയ വടിയും സദ്ക ഉണ്ടായിരുന്നു. ഫക്കീർ ചില്ലിം എന്ന് പറയുന്ന മൺപൈപ്പിൽ പുകയിലയിട്ട് പുകവലിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. ചാന്ദ് പട്ടേൽ പോകുന്നത് കണ്ടപ്പോൾ ഫക്കീർ അങ്ങോട്ട് വിളിച്ച് ഒരു പുക വലിച്ച് വിശ്രമിച്ച് പോയിക്കൊള്ളാൻ ക്ഷണിച്ചു. ജീനിയെപ്പറ്റി അയാളോട് ഫക്കീർ അന്വേഷിച്ചു. ചാന്ദ് പട്ടേൽ അത് തൻ്റെ നഷ്ടപ്പെട്ട കുതിരയുടേതാണെന്ന് പറഞ്ഞു. ഉടനെ ഫക്കീർ അടുത്തുള്ള തോട്ടത്തിൽ നോക്കാൻ പറഞ്ഞു. അയാൾ അവിടെ പോയി നോക്കുമ്പോൾ വിസ്മയമെന്ന് പറയട്ടെ, കുതിരയുണ്ട് അവിടെ നിൽക്കുന്നു. അയാൾക്ക് ഈ ഫക്കീർ ചില്ലറക്കാരനല്ലെന്നും വലിയൊരു മഹായോഗിയാണെന്നും ബോധ്യമായി. അയാൾ കുതിരയെ പിടിച്ച് ഫക്കീറിൻ്റെ അരികിലെത്തി. ചിലിം അപ്പോഴേക്കും തയ്യാറായിരുന്നു. പക്ഷേ 2 സാധനങ്ങൾ കൂടി ഒരുക്കേണ്ടിയിരുന്നു. 1, പൈപ്പ് കൊളുത്താൻ തീ. 2, കുഴൽ മൂടി പുകവലിക്കുന്ന തുണി നനയ്ക്കാൻ വെള്ളം. ഫക്കീർ ഒരു മുള്ളെടുത്ത് നിലത്താഞ്ഞു കുത്തിയപ്പോൾ ഒരു തീക്കനൽ പ്രത്യക്ഷപ്പെട്ടു. അത് പൈപ്പിലിട്ട് സത്ക കൊണ്ട് നിലത്തടിച്ചപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി. തുണി അതിൽ നനച്ചു പിഴിഞ്ഞ് പൈപ്പിന് ചുറ്റി. എല്ലാം പൂർത്തിയായപ്പോൾ ഫക്കീർ പുകവലിച്ച് ചാന്ദ് പട്ടേലിനും കൊടുത്തു. ഇതെല്ലാം കണ്ട് ചാന്ദ് പട്ടേൽ വിസ്മയസ്തബ്ധനായി. അയാൾ ഫക്കീറിനോട് തൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു. അടുത്ത ദിവസം ഫക്കീർ പട്ടേലിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചു. പട്ടേൽ ധൂബ് ഗ്രാമത്തിലെ അധികാരിയായിരുന്നു. അയാളുടെ ഭാര്യ സഹോദരൻ്റെ മകൻ്റെ കല്യാണത്തിന് വധുവെ കണ്ടുവച്ചത് ഷിർദിയിൽ നിന്നായിരുന്നു. അങ്ങനെ പട്ടേൽ ഷിർദിയിലേക്ക് പോവാൻ ഒരുക്കം കൂട്ടി. ഫക്കീറും ആ പാർട്ടിയെ അനുഗമിച്ചു. കല്യാണം മംഗളമായി കഴിഞ്ഞ് പാർട്ടി ധൂബിലേക്ക് മടങ്ങി. എങ്കിലും ഫക്കീർ തിരിച്ചു പോയില്ല. ഷിർദിയിൽ തന്നെ സ്ഥിരതാമസമാക്കി. സായി എന്ന പേർ ഫക്കീറിന് ലഭിച്ചത്. കല്യാണ പാർട്ടി ഷിർദിയിലെത്തിയപ്പോൾ മഹൽ സാബദിയുടെ വയലിൽ ഖണ്ഡോബ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങി. വണ്ടികളെല്ലാം അഴിച്ച് ഖണ്ഡോബ ക്ഷേത്രമുറ്റത്ത് നിർത്തി. ഓരോരുത്തരായി ഇറങ്ങിയതിനോടൊപ്പം ഫക്കീറും ഇറങ്ങി. ഭഗത് മഹൽ സാബദി യുവാവായ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ട് യാ സായി, സ്വാഗതം സായി എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു. മറ്റുള്ളവരും സായി എന്ന് വിളിച്ചു. അതിൽ പിന്നെ ഫക്കീർ സായി ബാബയായി. മറ്റ് യോഗികളുമായി സമ്പർക്കം. സായിബാബ ഒരു മസ്ജിദിൽ, മുസ്ലിം പള്ളിയിൽ താമസം തുടങ്ങി. ബാബ വരുന്നതിനും എത്രയോ കൊല്ലം മുമ്പ് മുതൽ ദേവിദാസ് എന്നു പേരായ ഒരു യോഗി ഷിർദിയിൽ താമസിച്ചിരുന്നു. ബാബയ്ക്ക് ആ യോഗിയുമായി സമ്പർക്കം ഇഷ്ടപ്പെട്ടു. ആ യോഗിയോടൊപ്പം ബാബ മാരുതി ക്ഷേത്രത്തിലും ചാവടിയിലും പഞ്ചായത്ത് കൂടുന്ന കെട്ടിടം താമസിച്ചു. ചിലപ്പോൾ ഏകനായും താമസിച്ചു. പിന്നെ ജാൻകിദാസ് എന്ന യോഗി വന്നു. ബാബ അധിക നേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കും, അഥവാ ജാൻകിദാസ് ബാബയുടെ അടുക്കലേക്ക് ചെല്ലും. പിന്നെ പുൻതമ്പിയിൽ നിന്നും ഗംഗാഗീർ എന്നു പേരായ വൈശ്യഗൃഹസ്ഥാശ്രമിയായ ഒരു യോഗിയും ഷിർദിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അദ്ദേഹം ബാബയെ ആദ്യം കാണുമ്പോൾ ബാബ 2 കൈയിലും വെള്ളം നിറച്ച കുടവുമായി പൂന്തോട്ടം നനയ്ക്കുകയായിരുന്നു. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഈ രത്നത്തെ കിട്ടിയ ഷിർദി അനുഗ്രഹീതയാണ്. ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നെങ്കിലും സാധാരണക്കാരനല്ല. ഈ ഷിർദി അനുഗ്രഹീതയും ഭാഗ്യവതിയുമായതിനാലാണ് ഈ രത്നത്തെ കിട്ടിയത്. അതുപോലെ തന്നെ യേവാല മഠത്തിലെ ആനന്ദനാഥ് എന്നു പേരായ
അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ശിഷ്യൻ കുറേ ആളുകളോടുകൂടി ഷിർദിയിൽ വന്നു. സായിബാബയെ കണ്ടതോടുകൂടി ഇപ്രകാരം തുറന്നു പറഞ്ഞു: ഇത് വിലപിടിച്ച ഒരു രത്നക്കല്ലാണ്. സാധാരണക്കാരനെപ്പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും ഇതൊരു വെറും സാധാരണ കല്ലല്ല, രത്നക്കല്ല് തന്നെയാണ്. അടുത്ത ഭാവിയിൽ നിങ്ങൾക്കതറിയാൻ കഴിയും. ഇതും പറഞ്ഞ് അദ്ദേഹം യവാലയിലേക്ക് മടങ്ങി. ഇത് പറഞ്ഞത് സായിബാബ ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ്. ബാബയുടെ വസ്ത്രങ്ങളും ദിനചര്യകളും. ചെറുപ്പകാലത്ത് സായിബാബ മുടി വളർത്തിയിരുന്നു. ഒരിക്കലും മുണ്ടനം ചെയ്തിരുന്നില്ല. ഒരു അഭ്യാസിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അന്ന്. റഹഡയിലേക്ക് ഷിർദിയിൽ നിന്ന് 9 നാഴിക പോയി വരുമ്പോൾ ചെണ്ട്, ജയ് ജൂയ് മുതലായ ചെടികൾ കൊണ്ടുവന്ന് അവ നട്ട് നനച്ചുണ്ടാക്കും. വാമൻ താത്യ എന്ന ഭക്തൻ ദിവസം 2 മൺപാത്രങ്ങൾ കൊടുക്കും. അവ കൊണ്ട് ബാബ തന്നെ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടങ്ങൾ വേപ്പുമരച്ചോട്ടിൽ വയ്ക്കും. നിലത്ത് വയ്ക്കുന്നതോടുകൂടി അവ പച്ചമണ്ണായതിനാലും ചൂളക്കിടാത്തവയായതിനാലും ഉടഞ്ഞു പോവും. അടുത്ത ദിവസം താത്യ വേറെ 2 പാത്രങ്ങൾ കൊടുക്കും. ഇങ്ങനെ 3 കൊല്ലം മുടങ്ങാതെ നടന്നതിന് ഫലമായി ബാബയുടെ അധ്വാനം കൊണ്ട് അവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടായി. ഈ സ്ഥാനത്താണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടമായ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. അവിടം അനവധി ഭക്തന്മാർ സന്ദർശിച്ച് ഉപയോഗിച്ചു വരും. വേപ്പിൻ മരച്ചുവട്ടിലെ പാതുകങ്ങളുടെ കഥ. അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ശിഷ്യനായ ഭായ് കൃഷ്ണാജി അലി ബക്കർ എന്നയാൾ അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ഫോട്ടോ പൂജിച്ചിരുന്നു. ഒരിക്കൽ അയാൾ അക്കൽക്കോട്ട് ഷോലാപൂർ ജില്ലയിൽ പോയി മഹാരാജിൻ്റെ പാതുകങ്ങളെ വണങ്ങി പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പോവാൻ സാധിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. അക്കൽക്കോട്ട് മഹാരാജ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ ഷിർദിയാണ് എൻ്റെ വിശ്രമസ്ഥാനം, അവിടെ പോയി പൂജിക്കുക. അങ്ങനെ ഭായ് അയാളുടെ പരിപാടി മാറ്റി ഷിർദിയിൽ വന്ന് ബാബയെ പൂജിച്ച് 6 മാസം ഷിർദിയിൽ താമസിച്ച് സന്തുഷ്ടനായി. ഇതിൻ്റെ സ്മാരകമായി അദ്ദേഹം പാതുകങ്ങൾ നിർമ്മിച്ച് ശകാബ്ദം 1834, അതായത് 1912 AD ശ്രാവണ മാസത്തിൽ വേപ്പുമര ചുവട്ടിൽ സ്ഥാപിച്ചു. അതിനുവേണ്ട ചടങ്ങുകളും പൂജാവിധികളും നടത്തിയത് ദാദാ കേൽക്കറും ഉപാസിനിയുമായിരുന്നു. ഒരു ദീക്ഷിത് ബ്രാഹ്മണനെ പൂജയ്ക്കായും സഗുൺ എന്ന ഭക്തനെ അതിൻ്റെ കാര്യാന്വേഷകനായും നിയമിച്ചു. ഈ കഥയുടെ പൂർണ്ണ വിവരങ്ങൾ. മാമലദ്ദാറായി റിട്ടയർ ചെയ്ത BV ദേവ് സഗുൺ മേരു നായിക്കിനോടും ഗോവിന്ദ് കാംലാക്കർ ദീക്ഷിതിനോടും അന്വേഷിച്ച് പാതുകങ്ങളെ പറ്റിയ പൂർണ്ണ വിവരം താഴെ പറയും പ്രകാരം സായി ലീല മാസിക 2ാം വോള്യം 1ാം നമ്പർ 25ാം പേജിൽ പ്രസിദ്ധപ്പെടുത്തി. 1834 ശകവർഷത്തിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ രാമറാവ് കോത്താരി ഷിർദിയിൽ ബാബ ദർശനത്തിന് വന്നു. അയാളുടെ കമ്പൗണ്ടറും ഭായ് കൃഷ്ണാജി അലി ബക്കാറും കൂടെ വന്നിരുന്നു. അവർ സഗുൺ മേരു നായിക്കും GK ദീക്ഷിതുമായി മിത്രങ്ങളായി. സംസാരമധ്യേ ബാബ ആദ്യം ഷിർദിയിൽ വന്ന് വേപ്പുമരച്ചോട്ടിൽ ഇരുന്നതിന് ഒരു സ്മാരകം വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ബാബയുടെ പാതുകം കരിങ്കല്ലിൽ കൊത്തി സ്ഥാപിക്കാൻ ആദ്യം ആലോചിച്ചു. അപ്പോൾ കമ്പൗണ്ടർ ഈ വിവരം ഡോക്ടറെ അറിയിച്ചാൽ നല്ല മൃദുവായ കല്ലുകൊണ്ട് അദ്ദേഹം പാതുകം തീർപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും അതിനോട് യോജിച്ച് ഡോക്ടർ കോത്താരിയെ വിവരമറിയിച്ചു. അദ്ദേഹം ഷിർദിയിൽ വന്ന് പാതുകങ്ങളുടെ ഒരു പ്ലാൻ വരച്ചു. പിന്നീട് ഖണ്ഡോബ ക്ഷേത്രത്തിലിരിക്കുന്ന ഉപാസിനി മഹാരാജിനെ പ്ലാൻ കാണിച്ചു. അദ്ദേഹം പല വ്യത്യാസങ്ങളും വരുത്തി. താമര, പുഷ്പങ്ങൾ, ശംഖ്, ചക്രം, മനുഷ്യൻ മുതലായ പലതും വരച്ചു ചേർത്തു. കൂടാതെ സദാനിംബവൃക്ഷസ്യ മൂലാദിവാസാത് സുധാസ്രാവിണം തിക്തമപ്യപ്രിയന്തം തരും കൽപ്പവൃക്ഷാദികം സാധയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം എന്ന ശ്ലോകവും അതിന്മേൽ കൊത്തിവെക്കാൻ പറഞ്ഞു. എപ്പോഴും നിംബവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ താമസിച്ച് കയ്പുള്ളതായ ആ വൃക്ഷത്തെ അമൃത് ഒഴുകുന്ന കൽപ്പവൃക്ഷത്തേക്കാളധികം മാഹാത്മ്യമുള്ളതാക്കി തീർത്ത സദ്ഗുരുവും ഈശ്വരനുമായ സായിനാഥനെ ഞാൻ നമസ്കരിക്കുന്നു. ഉപാസനയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അപ്രകാരം
ചെയ്തു. ബോംബെയിൽ പാതകങ്ങൾ നിർമ്മിച്ച് കമ്പൗണ്ടർ വശം കൊടുത്തയച്ചു. ബാബ അവയെ ശ്രാവണ പൗർണമിക്ക് സ്ഥാപിക്കാൻ പറഞ്ഞു. അന്ന് പകൽ 11 മണിക്ക് GK ദീക്ഷിത് അവയെ ഖണ്ഡോബ ക്ഷേത്രത്തിൽ നിന്ന് തലയിൽ വെച്ച് പരിവാരസമേതം ദ്വാരകാമായി മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ബാബ പാതുകങ്ങൾ തൊട്ട് അനുഗ്രഹിച്ചു. പിന്നീട് ഇത് ദേവപാതുകങ്ങളാണെന്നും വേപ്പുമരച്ചുവട്ടിൽ സ്ഥാപിച്ചു കൊള്ളുവിൻ എന്നും പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം ബോംബെയിൽ നിന്നും പാസ്താഷെട്ട് എന്ന പാർസി ഭക്തൻ 25 രൂപ മണി ഓർഡർ അയച്ചിരുന്നു. ഈ സംഖ്യ പാതുകം സ്ഥാപിക്കാനുള്ള ചെലവിലേക്ക് ബാബ കൊടുത്തു. ഒട്ടാകെ ചെലവായ 100 രൂപയിൽ ബാക്കി 75 രൂപ സംഭാവനയായും പിരിച്ചു. ആദ്യത്തെ 5 വർഷങ്ങൾ GK ദീക്ഷിത് പാതുക പൂജ നടത്തി. പിന്നെ ലക്ഷ്മൺ കച്ചേശ്വർ ജഗാദി എന്നയാൾ പൂജ നടത്തി. ആദ്യത്തെ 5 വർഷം മാസം തോറും വിളക്ക് വയ്ക്കാൻ 2 കാ വീതം ഡോക്ടർ കോത്താരി അയച്ചു കൊടുത്തു. കൂടാതെ ചുറ്റും പൈപ്പ് വേലി കെട്ടാനുള്ള ചെലവും അയാൾ ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് റെയിലിംഗ് ഷിർദിക്ക് കൊണ്ടുവരാനുള്ള ചെലവ് 7 കാ 8 അണ സഗുൺ മേരു നായക് കൊടുത്തു. ഇപ്പോൾ ജഗാദി നാനാ പൂജാരി പൂജ നടത്തുകയും സഗുൺ മേരു നായിക് നൈവേദ്യത്തിനും വിളക്ക് വയ്ക്കാനും വേണ്ട ചെലവ് നടത്തുകയും ചെയ്യുന്നു. ബായി കൃഷ്ണാജി തുടക്കത്തിൽ അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ഭക്തനായിരുന്നു. അയാൾ 1834 പാതുകം സ്ഥാപിക്കുന്ന കാലത്ത് അക്കൽക്കോട്ടേക്ക് പോകും വഴി ഷിർദിയിൽ വന്നു. ബാബയെ ദർശനം ചെയ്ത് അക്കൽക്കോട്ടയ്ക്ക് പോകാനായിരുന്നു ഉദ്ദേശം. അയാൾ അതിന് ബാബയോട് അനുവാദം ചോദിച്ചു. നീ എന്തിന് അവിടെ പോകുന്നു? അവിടുത്തെ മഹാരാജ് ഇവിടെ തന്നെയാണ്, ഞാൻ തന്നെയാണ്. ഇത് കേട്ട് ബായി അക്കൽക്കോട്ടയ്ക്ക് പോകേണ്ടെന്ന് നിശ്ചയിച്ചു. പാതുക സ്ഥാപനത്തിന് ശേഷം അയാൾ പലതവണ ഷിർദിയിൽ വരാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ വിവരങ്ങൾ ഹേമത് പാന്തിന് അറിയില്ലെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അത് സച്ചരിതത്തിൽ ചേർക്കുമായിരുന്നുവെന്നും BV ദേവ് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നു. മൊയ്തീൻ തമ്പോലിയുമായുള്ള മല്ലയുദ്ധവും ജീവിതത്തിൽ വന്ന മാറ്റവും. ബാബയുടെ മറ്റ് കഥകളിലേക്ക് മടങ്ങുക. ഷിർദിയിൽ മൊയ്തീൻ തമ്പോലി എന്നു പേരായ ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു. ചില സംഗതികളിൽ ബാബയും അയാളുമായി യോജിക്കാത്തതിനാൽ അവർ തമ്മിലൊരു ഗുസ്തി യുദ്ധം നടന്നു. അതിൽ ബാബ പരാജിതനായി. അന്നു മുതൽ ബാബ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും മാറ്റി. ബാബ കഫ്നി എന്ന നീളൻ കുപ്പായവും ഒരു ലങ്കോട്ടിയും ധരിച്ചു. തലമുടി ഒരു തുണിക്കഷ്ണം കൊണ്ട് കെട്ടുകയും ചെയ്തു. ഒരു ചാക്കിൻ കഷ്ണം ഇരിക്കാനും ഒരു ചാക്കിൻ കഷ്ണം കിടക്കാനും ഉപയോഗിച്ചു. കീറി ദ്രവിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായി. സായിബാബ പറയും, ദാരിദ്ര്യം രാജത്വത്തേക്കാൾ നല്ലതാണ്, പ്രഭുത്വത്തേക്കാൾ എത്രയോ ഉപരി മെച്ചപ്പെട്ടതാണ്. ഭഗവാൻ ദരിദ്രൻ്റെ ചങ്ങാതിയാണ് എന്ന്. ഗംഗാഗീറും ഗുസ്തിപ്രിയനായിരുന്നു. ഒരു ഗുസ്തി മത്സര സമയത്ത് അദ്ദേഹത്തിന് ദൈവവാക്യം പോലെ നീ ദൈവവുമായി കളിച്ച് ദേഹം തളർത്തിക്കളയുക എന്ന വാക്കുകൾ കേൾക്കുകയും അതോടുകൂടി വിരക്തി വന്നു ചേരുകയും ചെയ്തു. അദ്ദേഹം സംസാരം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. പൂന്താമ്പിക്കടുത്ത് പുഴക്കരയിൽ ഒരു മഠം സ്ഥാപിച്ച് അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു. സായിബാബ ജനങ്ങളുമായി അങ്ങനെ ഇടപഴകി പെരുമാറലില്ല. ബാബ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കലാണ് പതിവ്. പകൽ അധികവും വേപ്പുമരച്ചുവട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രാമത്തിനു പുറമെ പുഴക്കരയിലുള്ള ബാബുൾ മരത്തണലിൽ ഇരിക്കും. വൈകുന്നേരം ചില അവസരങ്ങളിൽ നിമഗോൺ വരെ നടക്കും. അവിടെ ത്രയംബക് ജി ഡങ്കാളിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവും. അവിടുത്തെ ബാബാ സാഹിബിനെ സായിബാബയ്ക്ക് ഇഷ്ടമായിരുന്നു. അയാളുടെ അനുജനായ നാനാ സാഹിബിന് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ട് കൂടി പുത്രനുണ്ടായില്ല. ബാബാ സാഹിബ് നാനാ സാഹിബിനെ ബാബാ ദർശനത്തിന് അയക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അന്നു മുതൽ സായിബാബയുടെ പ്രശസ്തി വർദ്ധിച്ച് അഹമ്മദ് നഗറിൽ നിന്നും മറ്റും അനവധി ജനങ്ങൾ ദർശനത്തിനായി വരാൻ തുടങ്ങി. അന്നു മുതൽ നാനാ സാഹിബ് ചന്ദോർക്കർ, കേശവ് ചിദംബർ മുതലായ അനവധി പേർ ഷിർദിയിൽ വരാൻ തുടങ്ങി. പകൽ മുഴുവൻ ഭക്തന്മാരാൽ ചുറ്റപ്പെട്ട ബാബ പഴങ്കി ഇടിഞ്ഞുപൊളിഞ്ഞ പള്ളിയിൽ രാത്രി ഒറ്റയ്ക്കുറങ്ങി. ബാബയുടെ സാമഗ്രികൾ ഇക്കാലത്ത് പുകവലിക്കാനുള്ള കുഴൽ, ചിലിം, പുകയില, ടിൻ പാത്രം, നീണ്ട കഫ്നിക്കുപ്പായം, തല മൂടിക്കെട്ടിയ ഒരു തുണിക്കഷ്ണം, ഒരു ചെറു വടി, സത്ക എന്നിങ്ങനെ എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് ഇത്രയുമായിരുന്നു. തലയ്ക്ക് കെട്ടിയ വെള്ളത്തുണി ജട പോലെ പിരിച്ച് ഇടത് ചെവിയുടെ ഭാഗത്തുകൂടി പിന്നോട്ട് തൂങ്ങിക്കിടക്കും. ബാബ ഷൂസോ മെതിയിടിയോ ധരിച്ചിരുന്നില്ല.
ദിവസത്തിലധികവും ഒരു ചാക്കിന്മേലാണ് ഇരുന്നിരുന്നത്. ഒരു കൗബീനവും ധരിച്ചിരുന്നു. തണുപ്പില്ലാതിരിക്കാൻ എപ്പോഴും തീ എരിയിച്ചിരുന്നു. ഈ തീയിനാണ് ധുനി എന്ന് പറയുന്നത്. എപ്പോഴും തെക്കോട്ട് മുഖമായി മരത്തിൻ്റെ ആൾമറയിൽ ഇടത് കൈ വെച്ചിരിക്കും. ആ ധുനിയിൽ ബാബ ബലിയായി. അഹംഭാവം, ആശ, ചിന്ത ഇവ അർപ്പിച്ചുകൊണ്ട് സദാ അള്ളാ മാലിക്, ദൈവമാണ് ഒരേ ഒരു ഉടമ എന്ന് ജപിച്ചിരിക്കും. ബാബ ഇരിക്കുന്ന പള്ളിക്ക് 2 മുറികളുടെ വലിപ്പമേ ഉള്ളൂ. അവിടെ എല്ലാ ഭക്തന്മാരും ബാബയെ വന്ന് കാണും. 1912 ശേഷം ഒരു വ്യത്യാസം വന്നു. പഴയ പള്ളി കേടുപാട് തീർത്ത് ഒരു മുറ്റവും പണി ചെയ്തു. മസ്ജിദിൽ താമസമാക്കുന്നതിന് മുമ്പ് ബാബ ഒരു താക്കിയിൽ മുസ്ലിം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം കുറേ കാലം താമസിച്ചിരുന്നു. അന്ന് കാലിൽ ചെറിയ ചിലങ്കകൾ കെട്ടി ബാബ മധുരമായി പാടി ആനന്ദ നൃത്തമാടിയിരുന്നു. വെള്ളത്തെ എണ്ണയാക്കി മാറ്റിയത്. സായിബാബയ്ക്ക് വിളക്കുകളിൽ വലിയ പ്രിയമായിരുന്നു. ബാബ കടക്കാരിൽ നിന്നും എണ്ണ കടം വാങ്ങി മസ്ജിദിലും അമ്പലത്തിലും രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാലം നടന്നു. അതിന് എണ്ണ കൊടുത്തിരുന്ന ബനിയ കച്ചവടക്കാർ തമ്മിൽ ആലോചിച്ച് ബാബയ്ക്ക് എണ്ണ കൊടുക്കുകയില്ലെന്ന് നിശ്ചയിച്ചു. പതിവ് പോലെ ബാബ എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് തീർത്തു പറഞ്ഞു. തീരെ ക്ഷുഭിതനാവാതെ ബാബ മസ്ജിദിൽ വന്നു. വിളക്കിൽ തിരികളിട്ടു. ബനിയാമാർ ജിജ്ഞാസുക്കളായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബാബ തകരപാത്രമെടുത്തു. അതിൽ എണ്ണ ലേശം പറ്റി നിന്നിരുന്നു. ബാബ അതിൽ വെള്ളമൊഴിച്ച് കുടിച്ചു. അങ്ങനെ ശുദ്ധി വരുത്തി വീണ്ടും തകരപാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ വിളക്കുകളിലും ഒഴിച്ച് തിരികൾ കൊളുത്തി. നോക്കി നിൽക്കുന്ന ബനിയാമാരെ അന്തം വിടുവിച്ചുകൊണ്ട് അതിഭയങ്കരമാം വണ്ണം രാത്രി മുഴുവൻ ആ വിളക്കുകൾ കത്തി. ബനിയാമാർ പശ്ചാത്തപിച്ച് ബാബയോട് മാപ്പ് അപേക്ഷിച്ചു. ബാബ അവരോട് സത്യവാന്മാരായിരിക്കാൻ ഉപദേശിച്ച് മാപ്പ് നൽകി. ജവഹർ അലി. മുൻപറഞ്ഞ ഗുസ്തി സംഭവത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞതിൽ പിന്നെ ജവഹർ അലി എന്നു പേരായ ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും പരിവാരസമേതം മർഹഡ ഗ്രാമത്തിൽ വന്ന് വീരഭദ്ര ക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ മുറിയിൽ താമസമാക്കി. ഫക്കീർ പണ്ഡിതനും ഖുർആൻ മുഴുവൻ പഠിച്ച നല്ല വാഗ്മിയുമായിരുന്നു. അനവധി ഭക്തന്മാർ അയാളെ കണ്ടു വണങ്ങി ബഹുമാനിച്ചു പോന്നു. ജനസഹായം കൊണ്ട് അയാൾ വീരഭദ്ര ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ഇദ്ഗ പണി ചെയ്യാൻ തുടങ്ങി. ഈദ് പ്രാർത്ഥനയ്ക്കുള്ള ചുമർ. ഇത് സംബന്ധിച്ച് ചില കുഴപ്പങ്ങൾ ഉണ്ടായതിനാൽ ജവഹർ അലിക്ക് റഹട വിടേണ്ടി വന്നു. അങ്ങനെ അയാൾ ഷിർദിയിലേക്ക് പോന്നു. ബാബയോടുകൂടി താമസം തുടങ്ങി. അയാളുടെ മധുരമായ സംഭാഷണം കൊണ്ട് ജനങ്ങൾ വശീകൃതരാവുകയും അയാൾ ബാബയെ ശിഷ്യനെന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബാബ യാതൊരു തടസ്സവും പറയാതെ അയാളുടെ ശിഷ്യനായിരിക്കാൻ സമ്മതിച്ചു. പിന്നെ ഗുരുവും ശിഷ്യനും റഹഡയിലേക്ക് മടങ്ങാനും അവിടെ താമസിക്കാനും തീരുമാനിച്ചു. ഗുരുവിന് ശിഷ്യൻ്റെ മഹത്വം അറിഞ്ഞുകൂടെങ്കിലും ശിഷ്യന് ഗുരുവിൻ്റെ ദോഷങ്ങൾ അറിയാമായിരുന്നു. എങ്കിലും അയാളെ അവഹേളിക്കാതെ ശിഷ്യനെ പോലെ പരിചരിക്കാൻ തുടങ്ങി. ഗുരുവിനെ പലതരത്തിലും ഉപചരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഷിർദിയിൽ വരുമെങ്കിലും പ്രധാന താമസം റഹഡയിലാക്കി. ബാബയുടെ ഷിർദി ഭക്തന്മാർക്ക് ബാബ റഹഡയിലേക്ക് താമസം മാറ്റിയത് ഇഷ്ടമായില്ല. അവർ ഒരു നിവേദക സംഘവുമായി ബാബയെ ഷിർദിയിലേക്ക് കൊണ്ടുപോരാൻ ചെന്നു. ഈദ്ഗയ്ക്കടുത്ത് വെച്ച് അവർ ബാബയെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ ഫക്കീർ കോപിഷ്ഠനാണെന്നും അയാളെ ബാബയ്ക്ക് വിടാൻ നിവൃത്തിയില്ലെന്നും ഫക്കീർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഉടനെ മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഫക്കീർ തിരിച്ചു വരികയും ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് അവരോട് കോപിക്കുകയും ചെയ്തു. ചില വാക്കുതർക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ ഗുരുവും ശിഷ്യനും ഷിർദിയിലേക്ക് മടങ്ങി അവിടെ താമസമാക്കി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിനെ ദേവിദാസ് പരീക്ഷിച്ച് തർക്കത്തിൽ തോൽപ്പിച്ചു. ബാബ കല്യാണ പാർട്ടിയോടുകൂടി വരുന്നതിന് 12 കൊല്ലം മുമ്പാണ് 10-11 വയസ്സുള്ള ദേവിദാസ് ഷിർദിയിൽ വന്ന് മാരുതി ക്ഷേത്രത്തിൽ താമസമാക്കിയത്. ദേവിദാസ് സുന്ദരരൂപനും തിളങ്ങുന്ന കണ്ണോടുകൂടിയവനും വിരക്തനും ജ്ഞാനിയുമായിരുന്നു. താത്യാക്കോട്ടെ, കാശിനാഥ് മുതലായ പലരും അദ്ദേഹത്തെ ഗുരുവായി കരുതിയിരുന്നു. അവർ ജവഹർ അലിയെ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തിച്ചപ്പോൾ പരാജിതനായി ഷിർദിയിൽ നിന്നും ഓടിപ്പോയി. അങ്ങനെ ബീജാപൂരിൽ കുറച്ചു കാലം താമസിച്ച് ഷിർദിയിലേക്ക് മടങ്ങി വന്ന് ജവഹർ അലി ബാബയെ സാഷ്ടാംഗം പ്രണമിച്ചു. അയാൾ ഗുരുവാണെന്നും സായിബാബ ശിഷ്യനെന്നുമുള്ള തെറ്റിദ്ധാരണ നീങ്ങി. അയാൾ പശ്ചാത്തപിച്ചു. എന്നിട്ടും ബാബ കാണിക്കുന്നത്
അഹംഭാവം കളഞ്ഞ് ആത്മജ്ഞാനം കൈവരുത്താൻ ശിഷ്യനെപ്പോലെയും സേവനങ്ങൾ ചെയ്യണമെന്നാണ്. ഈ കഥ ബാബയുടെ മഹാഭക്തനായ മഹൽസാബതി പറഞ്ഞു തന്നതനുസരിച്ചാണ് ഇവിടെ ചേർത്തത്. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം, മസ്ജിദ്, അതിൻ്റെ പൂർവസ്ഥിതി, പിന്നീടുണ്ടായ ഭേദഗതി എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നതാകുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. സായിറാം.